ശ്രീ പി ചിത്തരഞ്ജൻ, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സബ്മിഷൻ. സർ, 1512 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട് കായൽ നിരവധി പാരിസ്ഥിതിക വെല്ലുവിളികൾ ഇന്ന് നേരിടുകയാണ്. സർ, ഈ കായലിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള ഒരു സമഗ്രമായ പദ്ധതിക്ക് രൂപം കൊടുക്കേണ്ടതുണ്ട്. വളരെ മാതൃകാപരമായി ആലപ്പുഴ ജില്ലയിൽ 28 ഗ്രാമപഞ്ചായത്തിനെയും ബ്ലോക്ക് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇവരെ ആകെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ പദ്ധതി ഏതാണ്ട് 1,08,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ജനകീയ പങ്കാളിത്തത്തോടുകൂടെ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായി കായലിൽ നിന്ന് ഏതാണ്ട് 12 ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം നിർമ്മാർജ്ജനം ചെയ്യുവാൻ കഴിയുകയുണ്ടായി. ഇന്ന് വേമ്പനാട് കായലിനെ സംബന്ധിച്ചിടത്തോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ തന്നെ പോളപ്പായലും ഒക്കെ മൂലം വലിയ പാരിസ്ഥിതിക വെല്ലുവിളികൾ നേരിടുന്നത്. സർ, അതുകൊണ്ട് എനിക്ക് ഈ സബ്മിഷനിലൂടെ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുവാനുള്ളത്, ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് വിമുക്ത വേമ്പനാട് എന്ന പദ്ധതി അത് ആലപ്പുഴയിൽ മാത്രമായി നിലനിൽക്കുകയാണ്. ഈ പദ്ധതി എറണാകുളം, കോട്ടയം ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടി സംസ്ഥാനത്തെ ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഒരു സമഗ്രമായ പദ്ധതി എന്നുള്ളതിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കണം എന്നുള്ളതാണ് ഈ സബ്മിഷനിലൂടെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ്. സർ, ആദ്യമായി ബഹുമാനപ്പെട്ട ശ്രീ ചിത്തരഞ്ജൻ MLA ഞാൻ ഈ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ഉന്നയിച്ചതിന് അഭിനന്ദിക്കുന്നു. ചുരുക്കി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാവർക്കും അറിയുന്നത് പോലെ വീടുകൾ, സ്ഥാപനങ്ങൾ, അതുപോലെ ഹൗസ് ബോട്ടുകൾ എന്നിവയിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ളവയാണ് വേമ്പനാട്ട് കായലിനെ മലിനമാക്കുന്നത്. അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു മലിനീകരണ പ്രശ്നമായി മാറിയിട്ടുണ്ട്. തടയാൻ ധാരാളം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പഞ്ചായത്ത്, മുനിസിപ്പൽ തലങ്ങളിലും ജില്ലാ തലത്തിലുമുള്ള സ്ക്വാഡുകൾ പ്രവർത്തിച്ചു വരുന്നു. 932 സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കെതിരെ നോട്ടീസ് നൽകി 51,50,000 രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. സർ, ഞാൻ അവസാനത്തെ ഭാഗത്തേക്ക് മാത്രം വരാം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ 2 ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റുകളും 5 ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റുകളും 5 മൊബൈൽ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റുകളും സ്ഥാപിക്കും. ആലപ്പുഴ ചേർത്തലയിൽ ഇന്നലെ ഞാനിവിടെ പറഞ്ഞു 250 KLD ശുചിമുറി മാലിന്യ പ്ലാന്റിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. മുനിസിപ്പാലിറ്റിയിൽ 2 മൊബൈൽ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിൽ 1 വാങ്ങിക്കഴിഞ്ഞു, 1 ട്രയൽ റൺ നടത്തിക്കൊണ്ടിരിക്കുന്നു. ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിലും മൊബൈൽ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് വാങ്ങി. എറണാകുളം ജില്ലയിൽ കൊച്ചി കോർപ്പറേഷനിൽ ഒരു MLD 10,00,000 ലിറ്റർ കക്കൂസ് മാലിന്യം സംസ്കരിക്കുന്ന പ്ലാന്റ്, മരട് ഒരു MTU എന്നിവ ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ വളരെ ചുരുക്കിയേ പറയുന്നു, വളരെ വിശദമാണ് മറുപടി. ആലപ്പുഴ നഗരസഭയ്ക്ക് കീഴിൽ ജനറൽ ആശുപത്രിയിൽ 240 KLD പ്ലാന്റ്, താറ്റിശ്ശേരി വാർഡിൽ 5000 KLD കപ്പാസിറ്റിയുള്ള FSTP, ബദനപടം സെറ്റിൽമെന്റ് കോളനിയിൽ 12 KLD ശേഷിയുള്ള STP, ഇതെല്ലാം ഇപ്പോൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കലക്ടറുടെ നേതൃത്വത്തിൽ വേമ്പനാട് കായലിനെ ശുചീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിപുലമായൊരു പരിപാടി നടപ്പാക്കുന്നു. ജില്ലാ പഞ്ചായത്ത് ഒരു പരിപാടി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമഗ്രമായ നടപടികളാണ് സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്.